Okay. Good morning to all. നമുക്ക് തുടങ്ങാം അല്ലേ? Okay, all of you take your textbook. എടുത്തോ എല്ലാവരും? ഇപ്പൊ നമ്മള് എവിടെയാ എടുത്തേ? പേജ് നമ്പർ 20 അല്ലേ? എടുത്ത എല്ലാവരും 20. ഇപ്പൊ നമുക്ക് ഇന്ന് ഏതാ പഠിക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? പൂന്തോട്ടം അല്ലേ? തുമ്പപ്പൂവേ പൂത്തിരുളേ നാളേക്കൊരു വട്ടി പൂ തരേണേ ആയിക്കില ഈക്കില ഇളമ്പൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂ തരേണ്ടു ചെടി മൊട്ടണിഞ്ഞു പൂവിരിഞ്ഞു പൂമണം പരന്നു പൂമ്പാറ്റ പറന്നു ചെന്നു തേൻ കുടിച്ച് രസിച്ചു അല്ലേ? നമ്മൾ പഠിച്ചാണ്. അപ്പൊ അതിന്റെ താഴെ എന്താ ഉള്ളത്? കുറച്ചു പേരെ വായിപ്പിക്കാനുണ്ട്, വായിപ്പിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ എന്താ? മാതൃക പോലെ എഴുതാം എന്നാണ് അല്ലെ? അല്ല എന്താ ഉള്ളത്? ഫസ്റ്റ് അമ്മ അമ്മേ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട്? മാതൃക പോലെ എഴുതാം എന്നാണുള്ളത്. അപ്പൊ എന്നുള്ള ഇത് വെച്ച് എഴുതണം അല്ലെ? അപ്പൊ പൂവ് പൂവേ എന്നായിരിക്കും അല്ലെ? താഴെ മാതൃക പോലെ എഴുതാം എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? പൂവ് പൂവേ എങ്ങനെ എഴുതുക? ഏ വെച്ച് എഴുതണം അല്ലെ? അപ്പൊ കണ്ണാണെങ്കിൽ കണ്ണേ, അപ്പൊ കുഞ്ഞ് കുഞ്ഞേ, മുത്ത് മുത്തേ, എന്ന ഇതിൽ അവസാനിക്കണം അല്ലെ? സമ്പത്തോകാരത്തില് അവസാനിക്കുന്ന ലളിത നാമങ്ങൾ ഇത് ചേർത്ത് പറയാൻ കുട്ടിയെ പ്രേരിപ്പിക്കും. അപ്പൊ കണ്ണ് കണ്ണേ, കരൾ കരളേ, ആട് ആടേ എന്നുള്ള എഴുതും പോലെ പൂവ് പൂവേ അങ്ങനെ എഴുതാനാ. അപ്പൊ മാതൃക പോലെ എഴുതാം. ഫസ്റ്റ് വൺ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതിയേ. പൂവ് പൂവേ. എഴുതുന്നുണ്ടോ എല്ലാരും? ഏ ചിഹ്നം നമ്മൾ പഠിച്ചാണല്ലേ ചിഹ്നങ്ങള്. അപ്പൊ ഏ എന്ന ചിഹ്നം അവിടെ വരണം അല്ലെ? പൂവ് പൂവേ. നെക്സ്റ്റ് കുഞ്ഞ് കുഞ്ഞേ. നെക്സ്റ്റ് എന്താ? മുത്ത് അല്ലെ? മുത്ത് എങ്ങനെ എഴുതേണ്ടത് നിറം? മുത്തേ. ഏ എന്ന ഇതിൽ അവസാനിക്കണം അല്ലെ? അപ്പൊ നമ്മൾ ഈ ചിഹ്നങ്ങൾ പഠിച്ചാണ്. ഏ എന്ന ചിഹ്നം വെച്ചെഴുതണം. അമ്മേന്ന് എഴുതിയുണ്ടോ എല്ലാവരും? ഏ ചിഹ്നം അതുപോലെ. മനസ്സിലായി എല്ലാവർക്കും? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ണ് എന്നാണെങ്കിൽ എന്താ എഴുതണ്ടേ? എങ്ങനെ വരും? കണ്ണ് എന്നാണെങ്കില് എന്താ വരുക റിച്ചാർഡ്? കണ്ണ് ആണെങ്കിൽ എന്താ വരുക? കണ്ണ് എന്നാണെങ്കിൽ എന്ത് എഴുതണം നമ്മൾ? ഇതുപോലെ ഇപ്പൊ നമ്മൾ അമ്മ എന്നുള്ളത് അമ്മേന്ന് എഴുതി. കണ്ണേന്ന് വരും അല്ലേ? ഓക്കെ. കരൾ ആണെങ്കിൽ എന്ത് വരും? കരളേ. പൂവ് പൂവേ. കുഞ്ഞേ. മുത്ത് മുത്തേ. എഴുതിയോ? താഴത്തെ കോളത്തിൽ എഴുതി. പൂവ് പൂവേ. ഏ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചാണല്ലേ? മനസ്സിലായില്ലേ എഴുതാൻ? എഴുതിക്കോ. പൂവേ കുഞ്ഞേ മുത്തേ. എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും?
അപ്പൊ നെക്സ്റ്റ് താഴെ എന്താ ഉള്ളത്? എഴുതാം എന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ എഴുതേണ്ടത്? എന്താ ഫസ്റ്റ് തന്ന ഫ്ലവർ ഏതാ? ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ഫ്ലവർ ഏതാ? ഏതാ? ഏത് ഫ്ലവറാ? ചെമ്പരത്തി അല്ലെ? ചെമ്പരത്തിയുടെ കളർ ഏതാ? റെഡ് കളർ അല്ലെ? അപ്പൊ ചെമ്പരത്തിക്ക് റെഡ് കളറാണ് അല്ലെ? ചുവന്ന കളറാണ്. അപ്പൊ താഴത്തെ ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതണം? നമുക്ക് ചെമ്പരത്തി എഴുതണം അല്ലെ? അത് തന്നെ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ചെമ്പരത്തി. നോക്കി എഴുതണേ, തെറ്റിക്കരുതേ. ചെമ്പരത്തി. 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 ജലദോഷം ഉണ്ടോ ഹാദിയക്ക്? സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ ഹാദിയ. അതെല്ലേ. നെക്സ്റ്റ് ആദ്യത്തെ ചെമ്പരത്തി എഴുതിയോ എല്ലാവരും? ചെമ്പരത്തി. അപ്പോ രണ്ടാമത്തെ കോളത്തിൽ എന്ത് എഴുതണം? അടുത്ത ഫ്ലവർ ഏതാ? ഏതാ ആദ്യത്തെ? അടുത്ത ഫ്ലവർ ഏതാ ആദ്യത്തെ? കോളാമ്പി. ഓക്കെ, കോളാമ്പി ആണ് അല്ലേ? ഏതാ കളറ് കോളാമ്പിക്ക്? യെല്ലോ അല്ലെ? മഞ്ഞ കളറാണ് കോളാമ്പിക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കോളത്തിൽ എന്ത് എഴുതണം? കോളാമ്പി. എടുത്ത് എഴുതിക്കോ, നോക്കി എഴുതണേ മക്കളെ, തെറ്റിക്കരുത്. കോളാമ്പി അല്ലേ? ഓക്കെ, അപ്പൊ കോളാമ്പി എഴുതണം അല്ലേ? എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? ഓക്കെ, ഫിനിഷ് ആയി അല്ലേ? നെക്സ്റ്റ് എന്തേ ബിയോണ? കഴിഞ്ഞോ? അടുത്ത ആമ്പൽ. ആമ്പലാണ് അല്ലേ? എന്താ വായിക്കുക? ആമ്പൽ അല്ലേ? എന്താ ആമ്പലിന്റെ കളർ? എന്താ എന്താ ബിയോണ? വെള്ളയാണ്. ആമ്പലിന് വെള്ളാന്നാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വെള്ള കളർ. അടുത്ത കോളത്തിൽ എന്ത് എഴുതണം? ആമ്പൽ. അടുത്ത കോളത്തിൽ എന്ത് എഴുതണം? ആമ്പൽ. പറഞ്ഞോണ്ട് എഴുതിയേ, ആമ്പൽ. അപ്പൊ നെക്സ്റ്റ് ഏതാ നീലാഞ്ജന? നെക്സ്റ്റ് ഫ്ലവർ ഏതാ? നീലക്കുറിഞ്ഞി അല്ലേ? നീലക്കുറിഞ്ഞി ഏത് കളറിലാ? നീലയാണ് അല്ലേ? നീലക്കുറിഞ്ഞിക്ക്. അപ്പൊ ചെമ്പരത്തി പൂവ് നമ്മള് ചുവപ്പ് കളറാന്ന് പറഞ്ഞു അല്ലേ? പല നിറങ്ങളിലും ഉണ്ടല്ലോ ചെമ്പരത്തി പൂവ്. കുറേ കളറുകളിൽ നമ്മൾ കാണപ്പെടുന്നില്ലേ? കാണുന്നില്ലേ ചെമ്പരത്തി? ഉണ്ട് അല്ലേ? പല നിറങ്ങളിലും ഉണ്ടാവും. അതുപോലെ തന്നെ ആമ്പല് പല കളറിലും ഉണ്ടാവും കേട്ടോ. ആമ്പലും പല കളറിലും ഉണ്ടാവും. ചെമ്പരത്തിയും ആമ്പലും പല നിറങ്ങളിലും കാണപ്പെടും. ഓക്കെ, ഇവിടെ റിച്ചാർഡ് എഴുതി കഴിഞ്ഞു. നീലക്കുറിഞ്ഞി അല്ലേ? നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി കേട്ടോ. ഓക്കെ, അപ്പോ നീലക്കുറിഞ്ഞി എഴുതിയല്ലേ എല്ലാവരും? തെറ്റിക്കാതെ എഴുതണേ. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ചിഹ്നം വന്നു നാക്ക്. പിന്നെ അടുത്തതിൽ എന്താ? കു. ഊ ചിഹ്നം ഇടണം. റാ എഴുതിയിട്ട് ഈ ചിഹ്നം ഇടണം. നെക്സ്റ്റ് ഇഞ്ഞ എഴുതിയിട്ടും ഈ ചിഹ്നം ഇടണം. ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കണേ കേട്ടോ.
വായിക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ ചെമ്പരത്തി, കോളാമ്പി, ആമ്പൽ, നീലക്കുറിഞ്ഞി അല്ലേ? 4 ഫ്ലവറിനെ പറ്റി പഠിച്ചു. അതില് ചെമ്പരത്തി, ഇതിൽ കണ്ണ് റെഡ് കളറിലാണ്, പല കളറിലും നമ്മൾ കാണപ്പെടുന്നുണ്ട് അല്ലെ? ചെമ്പരത്തി ഒരുപാട് കളറിലുണ്ട് ചെമ്പരത്തി. നെക്സ്റ്റ് കോളാമ്പി, ആമ്പൽ, നീലക്കുറിഞ്ഞി. അപ്പൊ ആമ്പലും പല കളറിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് നിറം കൊടുക്കാം. അടുത്ത പേജ് കണ്ടോ എല്ലാവരും? നല്ലൊരു മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് അവിടെ അല്ലേ? നിറം കൊടുക്കാം. ഒരു നല്ല ചെമ്പരത്തിയുടെ പൂവുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അതിന് നിറം കൊടുക്കണം അല്ലേ? അത് നിങ്ങൾ നിറം കൊടുത്ത് മിസ്സിന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതിയേ. സൂപ്പറായി കളർ കൊടുക്കണം കേട്ടോ. കൊടുക്കൂലേ എല്ലാവരും? നല്ല ഇഷ്ടമുള്ള പണിയല്ലേ അല്ലേ? അപ്പൊ ഇലക്ക് എന്ത് കളർ കൊടുക്കണം? ഇലക്ക് ഏത് കളറാ നിങ്ങൾ കൊടുക്കുക? പച്ച കളർ കൊടുക്കും അല്ലേ? ഓക്കെ. ചെമ്പരത്തിക്ക് ചുവപ്പ് കളറും കൊടുത്തു. അല്ല, ഇനി വേറെ കളറിലും പല കളറിലുണ്ട്. ചുവപ്പാണ് കൊണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് താഴെ ചൊല്ലാം രസിക്കാം. എന്താ ആയുഷേ? എഴുതിയോ? അപ്പൊ എഴുതണേ, ഈ ടൈമിൽ തന്നെ നിങ്ങൾ എഴുതണേ. എഴുതി കഴിയാത്തവർക്ക് എന്തേ? ഓക്കെ, ആയുഷ എഴുതി. അപ്പൊ എല്ലാം എഴുതണേ, ഏതും ഒഴിച്ചുവിടരുത്. ഇപ്പൊ തന്നെ അപ്പൊ അടുത്ത താഴെ എല്ലാരും കഴിഞ്ഞില്ലേ? അപ്പൊ അടുത്ത എന്താ താഴെ? ചൊല്ലാം രസിക്കാം എന്നുള്ള ഒരു പാട്ടുണ്ട് താഴെ അല്ലേ? ചൊല്ലി നോക്കാം നമുക്കത്. ആരുടേതാ അത്? കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന ഇതിലെ വരികളാണ്, കവിതയിലെ വരികളാണ്. ഇന്നെടുത്ത വരികളാണ്. ആകെ 4 വരിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നല്ല കേട്ടോ. നമുക്ക് ചൊല്ലാം രസിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാണുന്നത് താഴെ ചിത്രത്തില്? എന്താ കാണുന്നേ? പൂമ്പാറ്റുകൾ ഉണ്ട് അല്ലേ? ഓക്കെ, പൂമ്പാറ്റുകളും പൂക്കളും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോ പൂമ്പാറ്റുകളും പൂക്കളും ഉണ്ട്. അപ്പോ എന്താ പാട്ട്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. എന്താ പറയുന്നത്? അമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണാണ് അതിൽ പറയുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? കുട്ടി പറയുന്നത്, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. കുട്ടി പറയുന്നത് എന്താണെന്നറിയോ അമ്മയോട്? പൂക്കൾ അതാ പറന്നു പോകുന്നത്. പക്ഷെ അമ്മ പറയുന്ന തെറ്റി നിനക്കുണ്ണി, പൂമ്പാറ്റുകളാണ് പറക്കുന്നത്, പൂക്കളല്ല എന്ന് പറയുന്നല്ലേ. അപ്പൊ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അപ്പൊ പൂമ്പാറ്റകളാണ് പറക്കുന്നല്ലേ. അപ്പൊ നിങ്ങളോട് ഞാൻ ആദ്യം ചോദിച്ചതിനാ എന്തൊക്കെയാ പിക്ചറിൽ കാണുന്നതെന്ന്. അപ്പൊ പൂമ്പാറ്റകൾ തന്നെ പറഞ്ഞത്. പക്ഷെ ആ കുട്ടി അമ്മയോട് ചോദിച്ചെന്താ? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. പൂക്കൾ പോകുന്നതായിട്ട് കുട്ടിക്ക് തോന്നിയെന്നല്ലേ. അപ്പൊ അമ്മ പറയുന്നേ പൂക്കളല്ല, പൂമ്പാറ്റകൾ പറന്ന് നടക്കുന്നതാണെന്നല്ലേ. അപ്പൊ പൂക്കളും പൂമ്പാറ്റകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ. അപ്പൊ പൂമ്പാറ്റകളും നല്ല കളർഫുൾ ആണ് അല്ലേ, പൂക്കളെ പോലെ. അപ്പൊ അതാണ് ഒരു കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയിൽ നിന്നിട്ട വരികളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്, ഇവിടെ പഠിച്ചത്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ എന്നുള്ള പാട്ട് അല്ലേ? പാടാൻ തോന്നുന്നുണ്ടോ എല്ലാവർക്കും? പാടി നോക്കിയേ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാൻ നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. പാടി നോക്കിയേ. ചൊല്ലാൻ രസിക്കാന്ന് ഞാൻ മാത്രം ചൊല്ലിയാ മതിയോ? മക്കള് ചൊല്ലണ്ടേ എല്ലാവരും? ഓക്കെ, പാടി നോക്കിയേ എല്ലാവരും. ഒന്ന് പാടാൻ പറ്റുന്നുണ്ടോന്ന്? ഉണ്ടോ? ഇപ്പൊ ആരാ ഫസ്റ്റ് പാടുന്നേ? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേന്നുള്ള പാട്ട്. ഓക്കെ, അദീന സുനിൽകുമാർ കൈപൊക്കുന്നുണ്ട്.
ഓക്കെ. അദീന പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തോ മോള്? ഓക്കെ. അയ്യോ, അൺമ്യൂട്ട് ചെയ്തേ മോളെ ഒന്ന്. പാടിക്കോ. ഈ വള്ളിയിൽ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. പാടി പഠിക്കണേ അദീന. ഓക്കെ. നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈ പൊക്കാത്തെന്ത് ചെയ്യുന്ന ആരും? ഓക്കെ. റിച്ചാർഡ്. റിച്ചാർഡ് പാടിയേ. ഈ വെള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ. അടുത്താരാ? നീലാഞ്ജന. ഓക്കെ. ഈ വള്ളിയിൽ ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ. നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈ ബന്ധിക്കുന്നുണ്ടോ ആരെങ്കിലും? നെക്സ്റ്റ് ആരാ പാടുന്നേ? ദീക്ഷിത് പാടുവോ? ദീക്ഷിത് പാടിക്കോ. അൺമ്യൂട്ടാക്കി ദീശുനെ. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ. നെക്സ്റ്റ് ആരാ? ആയുഷ്. ഈ വള്ളിയിൽ ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലോ ഇതെല്ലാം. ഓക്കെ. നെക്സ്റ്റ് ആരാണ് പാടുന്നേ? ഒരു കൈ പൊക്കാതെന്ന്. അല്ലെങ്കിൽ ഇവിടെ അടിയാണല്ലോ. ഞാൻ പാടാ. ഇന്നെന്തേ ആരും കൈ പൊക്കാത്തെ? ഓക്കെ. അയാൻ വിജേഷ്. അയാൻ. പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. പഠിക്കഴിഞ്ഞാ? ഓക്കെ. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഹാദിയ. ഓക്കെ. ഓക്കെ.
ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഓക്കെ നെക്സ്റ്റ് ആരാ പാടുന്നേ ഐഫൂനിലടാ അടങ്ങി ഇരിക്കേന്ന് കയ്യും പൊക്കാണ്ട് ലേഫുന പാടിയേ അൺമ്യൂട്ട് ചെയ്ത് പാട് പാട്ടുകളല്ലേ ഇതെല്ലാം ഓക്കെ നെക്സ്റ്റ് ആരാ പാടുന്നേ നോക്കട്ടെ നെക്സ്റ്റ് ആരാ പാടുന്നേ ആര് നല്ല വൃത്തി പാടും പാട്ട് ഓക്കെ ഫാത്തിമ ഫാത്തിമ KM പഠിക്കോ ഇതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഓക്കെ നെക്സ്റ്റ് അലൻ ജോസഫ് അലൻ ഈ വഴിയിൽ ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഓക്കെ നെക്സ്റ്റ് ആരാ പറഞ്ഞേ ദേവാങ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ദേവാങ്ക് അൺമ്യൂട്ട് ചെയ്ത് ദേവാങ്കേ കാണുന്നില്ല ഞാൻ അറിഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് ദേവാങ്കിന് പറ്റുന്നില്ല ദേവാങ്കേ നെക്സ്റ്റ് അമൃത അൺമ്യൂട്ട് ചെയ്ത് പാടിയ മോളെ പറന്നമ്മേ തെറ്റിയെ നിനക്കുണ്ണി ഇതെല്ലാം ഓക്കെ ആരം പ്ലീസ് അൺമ്യൂട്ട് ആരവേ എന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ ഓക്കെ ആ പിള്ളേരെ എന്തോ പാടിയ ആരവേ പോകുന്നതാ നിനക്കുണ്ണി ചൊല്ല പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഓക്കെ എല്ലാരും നല്ല പോലെ പാടാൻ പഠിക്കണതേ നല്ല രസമില്ലേ നമ്മൾ ചൊല്ലാൻ രസിക്കാന്ന് പറയുമ്പോ നിങ്ങളും കൂടി പാടിയിട്ട് ചൊല്ലി രസിക്കണ്ടേ ആൻഡ്രോസ് പഠിച്ചോ
ആൻഡ്രോസേ ഒന്ന് പാടിയേ അൺമ്യൂട്ട് ചെയ്തിട്ട്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പോവനില പറന്നമ്മ കുഞ്ഞി നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കേ നൈല ഷക്കീർ. ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കേ അപ്പൊ എല്ലാരും നല്ലപോലെ പാടി പഠിക്കണേ. കൊറേ പേര് ചൊല്ലാണ്ട് ഇത്രയിന്ന്. ഓ ഇതാ ഇവിടെ കളർ കൊടുത്തു കഴിഞ്ഞു. ബിയോണ നോബിള് ഇല്ലേ ബിയോണ? സൂപ്പർ ആയിട്ടുണ്ടേ. ഓക്കേ അപ്പൊ നമ്മുടെ സമയം കഴിയാറായി അല്ലേ? നെക്സ്റ്റ് ആരാ പറഞ്ഞേ? നീയാ? ഈ വള്ളിയിൽ നിന്നും ചെമ്മേപ്പൂക്കൾ പോകുന്നിത പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊന്നാൽ നൽകൂ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ദേവാനന്ദ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോനെ? ദേവാനന്ദ് ഒന്ന് പാടിയേ. ദേവാനന്ദേ അൺമ്യൂട്ട് ചെയ്യും മോനെ. നെക്സ്റ്റ് അനുഗ്രഹ ബ്രിജിത്ത്. അനുഗ്രഹ എന്തിനാ കരയുന്ന അനുഗ്രഹ? അൺമ്യൂട്ട് ചെയ്തേ. അനുഗ്രഹ കരഞ്ഞേ. നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിട പറന്നമ്മേ ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. എന്തിനാ അനുഗ്രഹ കുട്ടി കരഞ്ഞതിപ്പോ? എന്തിനാ കരഞ്ഞേ? കണ്ടില്ല. ക്രയോൺ കണ്ടില്ല. ക്രയോൺ കാണാത്തോണ്ടാണോ? അയ്യോ അതിന് എത്ര സമയം ഇരിക്കുന്നു? നമുക്ക് എടുത്തൂടെ? കണ്ടുപിടിച്ചിട്ട് ചെയ്താ മതി കേട്ടോ. കളർ കൊടുത്താ മതിയേ. നെക്സ്റ്റ് നിവേദ്യ. ഈ വള്ളിയിൽ നിന്ന് പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കേ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ പാട്ട്? ഇപ്പൊ എന്താണ്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ നിനക്കുണ്ണി ചൊല്ലാം
നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, ദേവാനന്ദെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട് ദേവാനന്ദ്. ഓക്കെ, ഒന്ന് വായിച്ചേ മോനെ. ദേവാനന്ദേ. ഈവല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം. തെറ്റി നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ചു പഠിക്കണേ ഇത്. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. അപ്പൊ എല്ലാവരോടും ബൈ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു, ബൈ ബൈ ബൈ. ബൈ.